ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറ്റമീൻ കറിയാണ്. സാധാരണ വറ്റമീൻ എന്ന് പറയുമ്പോൾ കഷ്ണം മീനാണ് കാണാറുള്ളത്, കറി വെച്ച് കാണാറുള്ളത്. ഇത് വറ്റമീൻ്റെ കുട്ടികളാണ്. അതാണ് ഞാൻ കറി വയ്ക്കുന്നത്. അതെങ്ങനെയാണ് വെക്കുന്നതെന്നും അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. അതിനു വേണ്ടി ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു 3-4 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചുവന്നുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ നല്ല കൂട്ടി തിരുമ്മി യോജിപ്പിക്കണം. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാതെ സാധാരണ മുളക് മാത്രം ഇട്ടും നമുക്കുണ്ടാക്കാം. ആദ്യത്തെ പാൽ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പാൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് അത് മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാം നല്ല കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ അതിൽ തിള വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ ആ പുളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ മൊത്തം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഒരു മീഡിയം തീയിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം വെട്ടി തിളയ്ക്കേണ്ട. ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ പാകത്തിന് ചാറായിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചി ഒഴിക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഉള്ളി കാച്ചി ഒഴിക്കാം നമുക്കിതിലേക്ക്. ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വറ്റമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക. താങ്ക് യു.